ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന നോട്ടിഫിക്കേഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. ഒടുവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ടോട്ടൽ 650 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 650 വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ന് മുതൽ എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫീസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ അതിൽ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 16 മുതൽ മാർച്ച് 8 വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 16 മുതൽ മാർച്ച് 8 വരെയാണ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത്. ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ സൈറ്റ് കിടപ്പുണ്ട്. ഈ സൈറ്റിലാണ് ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. മാർച്ച് 8 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഈ എക്സാമിനെന്ന് പറയുമ്പോൾ ഈ പോസ്റ്റിന് 2 എക്സാമാണ് വരുന്നത്. പ്രിലിംസും മെയിൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രിലിംസിൻ്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ 11 വരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രിലിംസിൻ്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ 11 വരുന്നത്. ഏപ്രിൽ 11 പ്രിലിംസിൻ്റെ ഡേറ്റ് വരുന്നത്. ദെൻ ഇതിൻ്റെ മെയിൻസിൻ്റെ ഡേറ്റ് വരുന്നത് ജൂൺ 7. അപ്പോൾ നമുക്ക് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. കാരണം ഇതിൻ്റെ പ്രിലിംസ് എക്സാമിനേഷൻ ഏപ്രിൽ 11 മെയിൻസ് എക്സാമിനേഷൻ ജൂൺ 7 വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പഠിക്കാനുള്ള സമയം അത്യാവശ്യം നല്ലപോലെ തന്നെ ഉണ്ട്. ഓക്കെ, നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കിപ്പോവാം. അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് വൈസ് സോൺ വൈസ് വേക്കൻസീസും കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസിയാണ് നമ്മൾ പറഞ്ഞ 651. ഇതിൽ സോൺ വൈസ് വേക്കൻസീസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കിപ്പോവാം. അപ്പോൾ അതിൽ നമ്മൾ കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്താണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 6 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഏറ്റവും ഹയസ്റ്റ് വേക്കൻസീസ് വരുന്നത് മുംബൈ സോണിലാണ് വരുന്നത്. 249 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിലെ വേക്കൻസി കുറവായിട്ട് തോന്നുന്നവർക്ക് വേറെ സോണിലേക്ക് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് പ്രിലിംസും മെയിൻസിനും ശേഷം ഒരു LPTയും കൂടെ നടക്കുന്നതാണ്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അത് ഒരു ചെറിയ രീതിക്കുള്ള ഒരു ലാംഗ്വേജ്, അവിടുത്തെ ലാംഗ്വേജ് നമ്മൾ ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് കൂടി നടത്തുന്നതാണ്. അപ്പോൾ നമുക്ക് കേരളത്തിൽ വരുന്ന വേക്കൻസി 6. ടോട്ടൽ വരുന്ന വേക്കൻസി 650 വേക്കൻസീസ് ആണ് വരുന്നത്. അപ്പോൾ RBI അസിസ്റ്റന്റ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ നമ്മൾ വേറെ ഏത് ബാങ്ക് ജോലി വെച്ച് നോക്കുമ്പോഴും റിസർവ് ബാങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സമാധാനമുള്ള ജോലിയാണ്. പ്ലസ് നമുക്ക് അത്യാവശ്യം നല്ലൊരു റെപ്യൂട്ടേഷൻ തരുന്ന ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു നല്ലൊരു ജോലി പ്ലസ് നല്ലൊരു റെപ്യൂട്ടേഷൻ ഉള്ള ജോലിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ RBIയുടെ എക്സാം എഴുതാതിരിക്കരുത്. നിങ്ങൾ എല്ലാവരും തന്നെ എഴുതുക. ദെൻ നമുക്കിനി അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കാം. ഏജ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ SC/ST കാറ്റഗറി വരുമ്പോൾ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഏജ് പറയുന്നത് മെയിനായിട്ട് ഇതിൻ്റെ ഏജ് പറയുന്നത് 20-28 വയസ്സ്. 20-നും മിനിമം ഏജ് 20-ഉം മാക്സിമം ഏജ് 28-ഉം പറയുന്നത്. അപ്പോൾ അതിൽ SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് 20-28, അതിൽ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും ഏജ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എക്സാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ് 2 എക്സാമാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പ്രിലിംസിന് ഏത് പാറ്റേൺ ആണ്, മെയിൻസിന് ഏത് പാറ്റേൺ ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രിലിംസ് വരുമ്പോൾ അതിൽ മെയിനായിട്ട് 3 സെക്ഷനാണ് വരുന്നത്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ എക്സാമാണ് വരുന്നത്. ആ 1 മണിക്കൂർ തന്നെ നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ഓരോ സെക്ഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അവർ ടൈം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് വേണ്ടിയിട്ട് 20 മിനിറ്റാണ് തന്നിട്ടുള്ളത്. അതിൽ 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. ദെൻ വരുന്നത് ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് മാത്സിൻ്റെ സെക്ഷനാണ് വരുന്നത്. അതും 20 മിനിറ്റാണ് വരുന്നത്. 35 ക്വസ്റ്റ്യൻ 35 മാർക്കാണ് വരുന്നത്. ദെൻ വരുന്നത് റീസണിങ് ആണ്. അത് 20 മിനിറ്റ്സ് ആണ്. മാക്സിമം മാർക്ക് 35ഉം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35ഉം ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിക്കാണ് പോകുന്നത്. ഇതിന് നെഗറ്റീവ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻ തെറ്റുന്ന സമയത്ത് 4 ആൻസേഴ്സ് തെറ്റുന്ന സമയത്ത് 1 മാർക്ക്, അതായത് 0.25 വെച്ചാണ് ഇതിന് നെഗറ്റീവ് പോകുന്നത്. ദെൻ ഇതിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് 5 സെക്ഷനാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് റീസണിങ്, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്.
ദെൻ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. ദെൻ ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ട് ചോദിക്കാറ്. അതെന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 25 മിനിറ്റ് ആണ്. ദെൻ ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 20 മിനിറ്റ്. അങ്ങനെ ടോട്ടലായിട്ട് 135 മിനിറ്റും 200 ക്വസ്റ്റ്യൻ 200 മാർക്കിനുമാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും എക്സാം പാറ്റേണെ പറ്റിയും അതിൽ എന്തൊക്കെ ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ടൈം സെപ്പറേറ്റ് ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിനുള്ളിൽ എന്ത് ചെയ്യുക, ചെയ്ത് തീർക്കുക. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ സോൺ, നമുക്ക് എക്സാം സെൻറ്റേഴ്സ് എവിടെയാണ്, ഓഫീസസ് എവിടെ വരുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സൗത്ത് സോൺ വരുന്ന സമയത്ത് അതായത് നമ്മൾ എവിടെയായിരിക്കും സൗത്ത് സോൺ സെലക്ട് ചെയ്യുന്നവർക്ക് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, തിരുവനന്തപുരം ആണ് വരുന്നത്. ഈ കേരളത്തിൽ RBI വരുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് എഴുതുന്ന ഒരാൾക്ക്, കേരളത്തിൽ എഴുതുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ആയിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഇതിൽ പറയുന്ന ഫീസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. SC ST കാറ്റഗറിക്ക് വരുന്നത് 50 രൂപയാണ്. 50+ GST എന്നും കൂടെ പറയുന്നുണ്ട്. ദെൻ ജനറൽ OBC EWS കാറ്റഗറിക്ക് വരുന്നത് 450+ GST വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫീസ് സെപ്പറേറ്റ് ആണ്. SC STക്ക് സെപ്പറേറ്റ് ആണ് ഫീസ് വരുന്നത് 50 രൂപ + GSTയും. ജനറൽ + OBCക്ക് വരുന്നത് 450+ GST ആണ് ഫീസ് വരുന്നത്. അപ്പം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അപ്പം നിങ്ങൾ കേരളത്തിൽ വേക്കൻസി കുറവാണെന്ന് തോന്നുന്നവർ വേറെ സോണിലേക്ക് വയ്ക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് എപ്പോഴായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.